ഇന്നത്തെ ഗോസ്പലിൽ യേശു എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കോൺട്രഡിക്ഷൻ ചെയ്തതെന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. കാര്യം, യേശു കടൽത്തീരത്തിനടുത്താണ് ഇരിക്കുന്നതെന്ന് ഗോസ്പൽ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു. പക്ഷേ യേശു സംസാരിക്കുന്ന വിത്തിനെക്കുറിച്ചാണ്, വിതയെക്കുറിച്ചാണ്, വിതക്കാരനെക്കുറിച്ചാണ്. ഇത് പറയുമ്പോൾ ജിയോഗ്രഫിക്കലി ഒരിക്കലും കേട്ടിരിക്കുന്ന ഓഡിയൻസിന് കൃഷിയായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. കടലുമായിട്ടും വലയുമായിട്ടും മീനുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് കൃഷിയുമായിട്ടും വിത്തുമായിട്ടും വിതയുമായിട്ടൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാകാനാണ്. എന്നിട്ടും യേശു ഉപമ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ഇത് ദൈവരാജ്യത്തെക്കുറിച്ച് ഇത്രയും ആപ്റ്റായിട്ടൊരു കാര്യം യേശുവല്ലാതെ മറ്റാർക്കും അവൻ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. മനസ്സിലാകാത്ത ചില കാര്യങ്ങൾക്കിടയിൽ പോലും ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്താൻ ഈ ഉപമ ഏറ്റവും അനുയോജ്യമാണ്. അങ്ങനെ യേശു പറഞ്ഞൊരു ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ. വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വചനം തുടങ്ങുന്നതന്നെ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനായിരിക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ വിതക്കാരനെന്ന് പറഞ്ഞത്. എന്നിട്ടും ആ വിത്ത് കൃത്യമായി നല്ല നിലത്ത് വീണിട്ടില്ല. ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത്, ചിലത് മുൾച്ചെടിയുടെ അടുത്ത്, ചിലത് നല്ല നിലത്ത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വീണത്? വിതക്കാരൻ തീർച്ചയായിട്ടും നമുക്കറിയാം, അത് ക്രിസ്തുവാണ്. ഈ വിതക്കാരൻ ക്രിസ്തുവാണെങ്കിൽ വിതയ്ക്കുന്നത് വചനമാണെന്നും കൃത്യമായ എക്സ്പ്ലനേഷൻ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിലം എന്താണ്? അത് നമ്മളാണ്. ഈ നിലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ക്രിസ്തു എല്ലാത്തിനും വലിയൊരു സാധ്യത കാണുന്നുണ്ട്. അതാണ് ഈ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വഴിയരിയിൽ കുറേ അധികം മനുഷ്യർ നടന്നു പോകുന്നുണ്ടാകാം. സ്ഥിരമായിട്ട് നടന്ന് ആ വഴി ഉറച്ചു പോയിട്ടുണ്ടാകാം. ഇനി അതിൽ നിന്ന് ഒരു സാധ്യതയില്ലെന്ന് മനുഷ്യർ ചിന്തിക്കുന്നുണ്ടാകും. എന്നിട്ടും വിതക്കാരനായ ക്രിസ്തു എന്ത് ചെയ്തു? ആ വഴിയരികിൽ തന്നെ ബോധപൂർവം വിത്തെടുത്തിട്ടു. കാര്യം, ആ വഴി അല്പം ഒന്ന് കിളച്ചു കൊടുത്താൽ, അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതിനാരും നടക്കാതിരുന്നാൽ അതും നല്ല നിലമാകാൻ ഇനിയും പോസിബിലിറ്റി ഉണ്ടല്ലോ. പിന്നെ ചിലത് വീണത് പാറപ്പുറത്താണ്. പാറപ്പുറം ഇനി ഒരിക്കലും ഒരു വിത്തിന് താങ്ങി നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നിപ്പോകുന്നൊരിടമാണ്. അത് ഉറച്ച ഇടമാണ്. പക്ഷേ പാറ പൊട്ടിച്ച് കുറേ അധികം സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം അതൊരു നല്ല നിലമാകാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരിടമായി മാറാൻ സാധ്യതയുണ്ടല്ലോ. മുൾച്ചെടിക്കിടയിൽ വീണ വിത്ത് ആ മുള്ളുകളൊക്കെ മാറ്റിക്കളഞ്ഞാൽ വീണ്ടും അതിൻ്റെ താഴെ ഒരു മണ്ണുണ്ടല്ലോ. ആ മണ്ണ് കിളച്ച് ശ്രദ്ധിച്ചാൽ അതിൽ നിന്നും ഏറ്റവും നല്ല ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്ന വിധത്തിൽ നല്ലൊരു കൃഷിയിടമാക്കി മാറ്റാൻ അതിന് പറ്റുമല്ലോ. പിന്നെ നല്ല നിലത്ത് വീണ വിത്ത്, അതിന് ഓൾറെഡി ഫെർട്ടൈൽ ലാൻഡാണ്, ശ്രദ്ധിച്ച് തന്നെയാണ് ഇത്രയും നാൾ കൈകാര്യം ചെയ്ത്, അതിൽ നിന്നും ഏറ്റവും നല്ല പ്രൊഡക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഗോസ്പലിൻ്റെ എൻഡിങ്ങിൽ കൃത്യമായിട്ട് യേശു പറയും, ഇതിൽ നിന്ന് 100 മേനിയും ഫലം വന്നിട്ടുണ്ട്, 60 മേനിയും വന്നിട്ടുണ്ട്, 30 മേനിയും വന്നിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും ഒരുപോലും പ്രൊഡക്ഷൻ കർത്താവ് പോലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിനാൽ കഴിയുന്ന രീതിയിൽ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് പറ്റുന്നൊരു പ്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ക്രിസ്തു പോലും പ്രതീക്ഷിക്കുന്നൊരു സാധ്യത. ഈ ഒരു ഗോസ്പൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പിനൊടുവിൽ കിട്ടുന്ന എന്തിനും മനോഹാരിത ഉണ്ടാവും. ചിലപ്പോഴൊക്കെ വീടിനകത്തുള്ള മക്കളെ നോക്കുമ്പോൾ ഒരാൾ ഏറ്റവും നല്ല പഠിക്കുകയും ഏറ്റവും നല്ല ജീവിത സാധ്യതയിലേക്ക് എത്തിയൊരു മകനെ ഓർത്ത് സന്തോഷിക്കുമ്പോൾ കൂടെയുള്ളൊരു മകൻ ജീവിതത്തിൽ എങ്ങും എത്താതെ പോയി നിൽക്കുന്ന ഒരു തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ, അവൻ്റെ അറിവിലും പഠിത്തത്തിലൊക്കെ ഒരു കുറവുണ്ടാകുന്നെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. കുറച്ചും കൂടി നിങ്ങൾ കാത്തിരുന്നാൽ, അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ, കുറച്ചും കൂടി പരിചരിച്ചാൽ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു പോസിബിലിറ്റി ഉണ്ടാക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിച്ചേക്കും. ഒരു വീടിനകത്ത് പോലും കുറഞ്ഞു പോകുന്നൊരു സ്നേഹത്തിനിടയിൽ കുറച്ചും കൂടി പരിചരണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ സ്നേഹം അതിൽ നിന്ന് പുറത്തു വരും. ഒരു ഇടവകയ്ക്കകത്ത് തന്നെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലും മാത്രം നൽകുന്നൊരു മനുഷ്യനെ കുറച്ചുകൂടി കേട്ടിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ മനുഷ്യനിൽ നിന്ന് സഭയോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു വലിയൊരു ഹൃദയം ചിലപ്പോൾ പുറപ്പെട്ടേക്കാം. ക്രിസ്തു എന്നൊരു പോസിബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നും അതിൽ തന്നെ മോശമല്ല, അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു പോസിബിലിറ്റി ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഗോസ്പലാണിത്. ഈ ഗോസ്പൽ നമുക്ക് എല്ലാവർക്കും ഒരു സാധ്യതയാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല. പറ്റുന്ന രീതിയിൽ ഇനിയും ഈ ഭൂമിക്ക് നൽകാനും കൂടെയുള്ള മനുഷ്യർക്ക് നൽകാനും കുറച്ചും കൂടി സമയം കാത്തിരിക്കാനും കുറച്ചും കൂടി പരിഗണിക്കാനുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.